Hey everyone, welcome back to my channel. കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്ന് ഒരു മേക്കപ്പ് വീഡിയോ ഫിൽം ചെയ്യാൻ പോവാണ്. ഐ മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഞാൻ റീസെൻ്റ്ലി ഇട്ടിരിക്കുന്ന റീൽസിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൊരു ഐ മേക്കപ്പാണ്. അതുകൊണ്ട് ഒന്നോ രണ്ടോ കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലാണോ യൂട്യൂബിലാണോ എന്ന് ഓർമ്മയില്ല. ഈ ഒരു ഐ മേക്കപ്പ് ലുക്കിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. സോ ഇന്ന് ഞാൻ എൻ്റെ അടുത്ത റീൽ ഫിൽം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വിചാരിച്ചു യൂട്യൂബിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ മേക്കപ്പ് വീഡിയോ കാണിക്കാമെന്ന്, ഒരു ഡീറ്റെയിൽ ട്യൂട്ടോറിയൽ പോലെ. ഇത് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി, നിങ്ങൾക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. കണ്ടാൽ കുറേ എന്തൊക്കെയോ ചെയ്തു എന്ന് തോന്നും, പക്ഷേ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം. സോ കീപ്പ് വാച്ചിങ്. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് മോർഫീൻ്റെ ഈ പാലറ്റാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പാലറ്റാണ്, കാരണം ഇതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ബേസ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഈ ഒരു ഷെയ്ഡ് ബേസ് ഫുള്ള് കൊടുക്കുന്നുണ്ട്. ഈ ഷെയ്ഡ് ഓക്കെ. സോ ഔട്ടർ കോർണറിൽ ഞാൻ അതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഹാർഷ് ലൈൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുക്കുക. ഞാൻ ഓരക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കാജലാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇന്നെന്നല്ല, ഞാൻ മിക്കപ്പോഴും ഈ ഒരു കാജൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. സോ ഇത് വെച്ചിട്ട് ഞാൻ വാട്ടർ ലൈനിലും എഴുതുന്നുണ്ട്, പിന്നെ ഒന്ന് മുകളിൽ ടൈറ്റ് ലൈൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഔട്ടർ കോർണേഴ്സിലേക്ക് ഇങ്ങനെ കുറച്ച് തിക്കായിട്ടും ഉള്ളിലേക്ക് വരുമ്പോൾ കുറച്ച് തിന്നാക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലധികം എഴുതില്ല, പുറത്താണ് എനിക്ക് കൂടുതൽ തിക്നെസ് വേണ്ടത്. എൻ്റെ ഒരു ഐൻ്റെ ഷേപ്പിന് അതാണ് കുറച്ചും കൂടെ മാച്ചിങ്. ഈ ലോവർ ലാഷ് ലൈൻ്റെ അവിടെ ഞാനിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാറ്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡും ഈ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സ്മോക്ക് ചെയ്യാറ്.